അങ്ങനെ ഗബ്രി പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഒരു ടാസ്ക് ആണ് കൊടുത്തത്. ഒരു സ്റ്റോറിയാണ് പറഞ്ഞത് ബിഗ് ബോസ്. നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ സ്റ്റോറി, ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു സ്റ്റോറി. ഇടത് വലത്, ഇത്ര ആനക്കുട്ടി, ഇത്ര പശുക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറിയാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആ സ്റ്റോറി കേട്ടിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോയി നിർത്തിക്കൊണ്ട് ബിഗ് ബോസ് അവരോട് ചോദ്യം ചോദിക്കുകയായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആള് വിജയിക്കും. അതായിരുന്നു അതിനെ സ്റ്റോറി. 2 തവണ ബിഗ് ബോസ് ഇവർക്ക് സ്റ്റോറി പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും ആദ്യം വിളിച്ചത് ഗബ്രി ആയിരുന്നു. ഗബ്രി അതിൽ 5 ചോദ്യമാണ് ചോദിച്ചതെന്നാണ് തോന്നുന്നത്. അതിൽ 3 ഉത്തരമാണ് ഗബ്രി പറഞ്ഞത്. പിന്നീട് നന്ദനയെ വിളിച്ചു, ജിൻഡോയെ വിളിച്ചു, ഏറ്റവും ലാസ്റ്റ് അബിയെയും വിളിച്ചു. അതിൽ ജിൻഡോ 1 ഉത്തരം മാത്രമാണ് നൽകിയത്. നന്ദനയും അബിയും 2 ഉത്തരങ്ങൾ നൽകി. അതിൽ ഗബ്രി 3 ഉത്തരങ്ങൾ നൽകി വിൻ ചെയ്ത് അങ്ങനെ പവർ റൂമിലോട്ട് കയറിയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഗബ്രി അത് വിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിം ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അല്ല, ഒരു കായികപരമായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ജിൻഡോ വിജയിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരു തരത്തിൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസ് കൊടുത്തത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ജിൻഡോ വിജയിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജിൻഡോയ്ക്ക് അത്ര പെട്ടെന്ന് ഇതൊന്നും ഓർത്തു വെക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെ വരുന്ന സമയത്ത് ജിൻഡോയ്ക്ക് ഈ ഗെയിം ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ബാക്കിയുള്ള 3 പേർക്ക് ആർക്കുണ്ടെങ്കിലും കയറാം. എന്നിരുന്നാൽ പോലും ഗബ്രിയെ ആദ്യം വിളിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഗബ്രി ഇത് വിൻ ചെയ്യണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ഈ സ്റ്റോറി കേട്ടിട്ട് ഏറ്റവും ഫസ്റ്റ് വിളിച്ചത് ഗബ്രിയാണ്. പിന്നീടാണ് എല്ലാവരും മാറി മാറി വിളിച്ചത്. ഫസ്റ്റ് വിളിക്കുന്നവർക്ക് ഒരു പ്രയോറിറ്റി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കൂടുതൽ ഓർത്ത് വെച്ചിട്ട് പറയാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗബ്രി വിജയിക്കണമെന്ന് ബിഗ് ബോസ് ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഗബ്രി പവർ റൂമിലേക്ക് കയറണമെന്ന് ബിഗ് ബോസ് കരുതിയിട്ടുണ്ടായിരിക്കാം. ഗബ്രിക്ക് വേണ്ടി നടത്തിയ ഒരു ഗെയിം ആയിരിക്കാം, അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങനെ കാണുന്ന സമയത്ത് തോന്നി. എന്തായാലും ഇപ്പോൾ ഗബ്രി പവർ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്.